അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിൽ വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്നവരെ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹിക ഗായകനായ ഇൻഫ്ലുവൻസറായ വേടൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള വ്യക്തിത്വമാണ് വേടൻ. റാപ്പർ ഗാനങ്ങൾ കൊണ്ടും വർണ്ണ ജാതി പോരാട്ടങ്ങൾക്കെതിരെ തൻ്റെ പാട്ടിലൂടെ, തൻ്റെ ഗാനങ്ങളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധ നേടിയ വേടൻ സ്ത്രീ പീഡന കുരുക്കിൽ പെട്ട വിഷയം നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമുകൾ വഴിയും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 2021 നടന്നൊരു സംഭവമാണ് ഈ 2025 വീണ്ടും കുത്തിപ്പൊന്തി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് സത്യാവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ വീണ്ടും ഒരു വേടനെ കൊടുക്കാനുള്ള രാഷ്ട്രീയ കെണികളാണോ, അല്ലെങ്കിൽ വേടൻ്റെ സമൂഹത്തിനോട് ചെയ്യുന്ന വേടൻ്റെ പെരുമാറ്റങ്ങളോടും അല്ലെങ്കിൽ വേടൻ്റെ ഗാനങ്ങളോടും വേടൻ്റെ പോരാട്ടങ്ങളെ എതിർക്കുന്നവരുടെ കുരുക്കാണോ എന്നെല്ലാം ചോദ്യം ചെയ്ത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പല പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. നൗഷാദ് ബാക്കവി ഉസ്താദ് വേടൻ പുലിക്കുരുക്കിലും അതുപോലെ കഞ്ചാവപരമായ ഒരു കേസിൽ ലഹരിയുമായി ബന്ധപ്പെട്ടൊരു കേസിൽ പിടികൂടിയ സമയത്ത് നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. അതായത് ചെയ്തത് നല്ല കാര്യമാണ്, അതായത് അവൻ തെറ്റ് ചെയ്തു, ആ തെറ്റിനെ സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞു, ഇത് റോങ് ആണ്, ഇത് ഫാൾസ് ആണ്, ഇത് തെറ്റാണ്, ഇത് എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ തിരുത്തും, എന്നെ ആരും റോൾ മോഡൽ ആക്കരുത് എന്ന രീതിയിൽ വേടൻ സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ മീഡിയക്ക് മുമ്പിൽ തുറന്നു പറയുകയുണ്ടായി. ആ ഒരു ഭാഗം നൗഷാദ് ബാക്കവി ഉസ്താദ് എടുത്തിട്ട് പബ്ലിക്കിൽ ഒരു പൊതുപ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഉസ്താദ് അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇനിയും ഇതുപോലത്തെ കുരുക്കുകൾ വീഴാൻ ആ പാവപ്പെട്ട മനുഷ്യനെ വേടൻ എന്ന ഗായകനെ കുരുക്കാൻ ഇനിയും ഒരുപാട് പൊളിറ്റിക്കലി പല കുരുക്കുകളും വന്നേക്കാം, അത് സൂക്ഷിക്കണമെന്ന്. ഇതും കണക്ട് ചെയ്ത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിലെല്ലാം പോസ്റ്റർ ഇറക്കുന്നവരോട് ചിലപ്പോൾ അങ്ങനെ ആയേക്കാം, അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ ആയേക്കാം. കാരണം എന്തായാലും തെറ്റ് ആര് ചെയ്താലും, വേടനായാലും സമൂഹത്തിൽ ജീവിക്കുന്ന, കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തി ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് അംഗീകരിക്കുക എന്നുള്ളത് വലിയൊരു മനുഷ്യന്റെ അടയാളവും തന്നെയാണ്, നല്ല കാര്യമാണ്. കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസിൽ വേടൻ കുരുക്കിൽ കുടുങ്ങിയപ്പോൾ വേടൻ അത് തുറന്നു പറയുകയുണ്ടായി. തെറ്റ് സംഭവിച്ചു, പക്ഷെ ഞാനത് തിരുത്താൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ശ്രമിക്കും. അതുപോലെ ഇപ്പോൾ പുതിയതായി വേടൻ്റെ മേലിൽ വന്ന ഒരു കേസാണ് സ്ത്രീ പീഡന കേസ്. 2021 നടന്ന സംഭവമാണ് 2025 ഇപ്പോൾ വന്ന് ആ സ്ത്രീ പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവവും വേടനെ കൊടുക്കാൻ പൊളിറ്റിക്കലി ഉള്ള കെണികളാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. സത്യാവസ്ഥ സത്യത്തിന്റെ രീതിയിൽ തന്നെ പുറത്തു വരട്ടെ. പക്ഷേ നൗഷാദ് ഉസ്താദിന്റെ മുമ്പത്തെ ആ ഒരു പ്രഭാഷണത്തിന്റെ ആ ഒരു കെണി എന്നുള്ള വേർഡിനെ സോഷ്യൽ മീഡിയ വീണ്ടും ഫേസ്ബുക്കിലൂടെയും വീണ്ടും പുറത്ത് തള്ളിക്കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കി. പിന്നെ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത് വീണ്ടും ഇത്തരത്തിൽ കെണികൾ വന്നേക്കാം, അതുകൊണ്ട് സൂക്ഷിക്കണം. അത് വേടൻ എന്ന വ്യക്തി സമൂഹത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ജാതി മത വർണ്ണ പോരാട്ടങ്ങൾക്കെതിരെ നടത്തുന്ന പോരാട്ടങ്ങളെയാണ് ഉസ്താദ് പ്രശംസിച്ചത്. വേടൻ എന്ന വ്യക്തി അതിന് കഞ്ചാവായാലും പീഡന കേസായാലും എന്തായാലും തെറ്റ് തന്നെയാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ വീണ്ടും വേടന ഇഷ്ടമില്ലാത്തവരുടെ കെണികൾ പൊളിറ്റിക്കലി സോഷ്യലി വന്നേക്കാം. അതാണ് ഉസ്താദ് പറഞ്ഞതിൻ്റെ ആശയം. അത് പലരും ഉസ്താദ് അന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇന്നിങ്ങനെ പീഡന കേസ് വന്നത് എന്ന രീതിയിൽ ബാനറുകൾ പോസ്റ്ററുകൾ ഇറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് ഉസ്താദിന്റെ വീഡിയോ കൃത്യമായിട്ട് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ലഹരിക്കെതിരെ വലിയ വേട്ട ലോകത്ത് നടക്കുകയാണ്. എന്ത് വേട്ടയാണ് നടക്കുന്നത്? സിനിമാ മേഖല, കലാകായിക താരങ്ങള്, ലഹരി മാഫിയകൾ അങ്ങനെ രാക്ഷസഭാവത്തിൽ ആടിത്തിമിർക്കുമ്പോ 1/2 ഗ്രാം 1 ഗ്രാം നാണില്ലേ 2 ഗ്രാം ഒക്കെയാണ് പിടിക്കുക. മാഫിയകൾ ആടിത്തിമിർക്കുന്ന നമ്മുടെ നാട്ടില് 2 ഗ്രാം 3 ഗ്രാം ഒക്കെയാണ് പിടിക്കുക. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കുക, വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതി
അടിച്ചമർത്തപ്പെട്ട, ചതച്ചരക്കപ്പെട്ട, വലിച്ചിഴക്കപ്പെട്ട, ഞെരിച്ചമർത്തപ്പെട്ട, ഞെക്കിപ്പിഴിഞ്ഞ് മനുഷ്യന്റെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി രാക്ഷസ്വഭാവത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ട ഒരു സംഘത്തിനെ ഉറക്കെ പറയാൻ തന്റെ കലയിലൂടെ രംഗത്ത് വന്ന ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അയാൾ പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ചു നിന്നിരുന്നു, മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം, നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം, നിങ്ങൾക്ക് അവരേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ ആള് ലഹരി ഉപയോഗിച്ചെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷെ ഒരു സമാധാനം ഉണ്ടായത്, ലോകത്തൊരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ പറഞ്ഞു. ലോകത്ത് കഞ്ചാവ് ഉപയോഗിച്ചവരും എൻഡിഎം ഉപയോഗിച്ചവരും കള്ളുകുടിച്ചവരും ലഹരി പ്രാന്തന്മാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക്. ഓ, അത് കണ്ടിട്ട് എത്ര സന്തോഷം ഉണ്ടായിന്നറിയോ എനിക്ക്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അനുജന്മാരോട്, എന്റെ അനുജത്തിമാരോട് പറയാണ്, ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം. എന്തൊരു വാക്കാണത്, എന്തൊരു വാക്കാണത്! ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം, ചേട്ടനിൽ നിന്ന് നന്നാവാൻ ശ്രമിക്കും. ചേട്ടന് സംഭവിച്ചു പോയി. ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ, ഇന്നുവരെ ഏതെങ്കിലും ഒരു സിനിമാ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് 100% അയാൾ ഓക്കെ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ. അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു അദ്ദേഹത്തിന്റെ ചില വരികളിൽ. ഫലസ്തീനിൽ ചതച്ചരക്കപ്പെട്ട പാവങ്ങൾ പോലും ഉണ്ട് എന്നറിയുമ്പോ അത്ഭുതം തോന്നിപ്പോയി. എങ്ങനെയാണ് പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് വരാതിരിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ വിട്ടത് ഞാൻ പറയുന്നു, ഇപ്പൊ വിട്ടത് കാര്യമാക്കണ്ട, അയാളെ ഉടനെ പിടിക്കപ്പെടും. എന്തെങ്കിലും ഒരു കുരുക്ക് ആ പാവപ്പെട്ടവന്റെ കഴുത്തിലേക്ക് എറിയാൻ രാക്ഷസന്മാര് കാത്തിരിക്കുന്നുണ്ട്. ആ ചൂണ്ടയിൽ ചെന്ന് വീഴാതിരിക്കാൻ അയാൾ ശ്രമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നിപ്പോ നമ്മുടെ സാമൂഹിക ചരിത്രത്തിൽ ഏറെ വിവാദമായ ഒരാളുണ്ട്, വേടൻ. ആ വേടന്റെ ഒരു പാട്ടുണ്ട്, കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തിയാൽ പിന്നെ പൊങ്ങൂല. അപ്പൊ ആ പാട്ടിനെ, വേടന്റെ പാട്ട് അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ വേദനകളെ എടുത്തു പറയുന്ന ഒരു ഉണർത്തുപാട്ടായിട്ടാണ് കേരളത്തിലെ പൊതുവെ കുറച്ച് വിവരവും ബോധമുള്ള ഒരു വിലയിരുത്തൽ. അപ്പോ നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്നുണ്ട്, കേരളത്തിൽ കുറെ നാളുകളായി ധാരാളം കുട്ടികളെ കാണാതെ പോയിട്ടുണ്ട്. വേടൻ പറയുന്നത് കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തിയാൽ പിന്നെ പൊന്തൂലെന്ന്. അതുകൊണ്ട് ഈ കാണാതായ കുട്ടികളെയൊക്കെ കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തുന്ന ഒരു ഗൂഢസംഘം വേടന്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പാട്ടെഴുതിയെന്ന്. ഈ വിവരക്കേടെന്ന് പറയുന്ന ഒരു കുറവല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നി, ഇവിടെ എവിടെയൊക്കെയോ ഈ വിദ്യാരംഭം നടക്കുമ്പോ പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ നാടുകളിൽ തിരുവനന്തപുരത്ത്, എറണാകുളം, മറൈൻ ഡ്രൈവില്, കേരളത്തിലുടനീളം ജ്യൂസ് ഷോപ്പുകളുണ്ട്. അവിടെ എവിടെയൊക്കെയോ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നു. അല്ലേ പിന്നെ അവരത് അങ്ങനെ എഴുതുവോ? ഒരു കവിയുടെ ഭാവനയിൽ അയാൾ എഴുതി തീർക്കുന്നതിന്റെ പുറകെ ഇൻവെസ്റ്റിഗേഷനുമായി പോകുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ ഇവരുടെയൊക്കെ മുമ്പിൽ പഠിക്കാനിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് ചിരി വരിക. പെനാക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിച്ചിട്ടുണ്ടാവൂലോ. നമ്മൾ കേൾക്കുന്നത് എന്താണോ, നമ്മൾ കാണുന്നത് എന്താണോ, അതിനെക്കുറിച്ച് നമുക്ക് ബോധവും ബോധ്യവും ഉണ്ടാവണം. ഒരു സമൂഹത്തെ അഹങ്കാരത്തോടെ നടന്ന ഒരു ജനതയെ അള്ളാഹു നശിപ്പിച്ചത് മഴ കൊണ്ടാണ്. അപ്പൊ ഈ മഴ ഇങ്ങനെ തിമിർത്തു പെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? മഴ തിമിർത്തു പെയ്യണം. കരണ്ട് പല സമയത്തും ഇല്ല. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് നമ്മൾ ആദ്യം ഇൻവെർട്ടറിന് ബാറ്ററിയിൽ വെള്ളം ഉണ്ടോ നോക്കും ഫസ്റ്റ്.
ആദ്യം മഴയുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻവെർട്ടറിലെ ബാറ്ററിയിൽ വെള്ളം ഉണ്ടോ നോക്കും. രണ്ടാമത് അടുത്തുള്ള ആളുകളുടെ എമർജൻസി നമ്പരൊക്കെ എഴുതും. ഇങ്ങനെ അതിന്റെ മുൻകരുതുകളെല്ലാം നമ്മൾ എടുക്കാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴ പല രീതിയിലുണ്ട്. മഴ പല രീതിയിലുണ്ട്. പേമാരി, നമ്മളിപ്പോ മലയാളത്തിലും മഴ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നല്ലേ പറയാൻ പറ്റൂ? അതിൽ കൂടുതൽ പറയാൻ പറ്റുമോ? ഇല്ല. ഖുർആനിലും മഴയെക്കുറിച്ച് പ്രയോഗിക്കുന്ന പദം 3 പദമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂന്ന് പറയാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഖുർആനിൽ മഴ എന്നതിന് 3 പദം ഉപയോഗിക്കും. ഒന്ന് മത്തർ, മഴ. വാബിൽ, മഴ. ഗൈസ്, വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം, മഴ. ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദ, മഴ. ഞാൻ നേരത്തെ പറഞ്ഞു, വേടൻ നമ്മുടെ ആരുമല്ല. അദ്ദേഹത്തിന്റെ റാപ്പ് സംഗീതത്തെ ന്യായീകരിക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിനെ വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വലിയൊരു തലമുറയെ അദ്ദേഹം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു തലമുറയെ. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10:30 വരെ 7000 ആളുകൾക്ക് മാത്രം അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ 10,000 ചില്ലാനം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും യുവാക്കളും തടിച്ചുകൂടുന്നു. എത്ര ടൈം എന്നാലോചിച്ച് നോക്കുങ്ങൾ. പൊരി വെയിലത്ത് അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കണ്ടേ, മൂത്രമൊഴിക്കണ്ടേ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? പക്ഷെ അതിനൊന്നും ഒരു സംവിധാനമില്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10:30 വരെ. എന്നിട്ടും വേടൻ സ്റ്റേജിൽ വരുന്നില്ല എന്ന് വന്നപ്പോൾ പ്രതിഷേധം വരികയാണ്. സംഘാടകരോട് കയർക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ പോലും പറയാതെ ഇങ്ങോട്ട് വന്നത് വേടനെ കാണാനാണ്, വേടനെ കൊണ്ടുവരീന്ന് പറയാൻ, വേടനെ കാണാനാണ്, കൊണ്ടുവരീന്ന് പറയാണ്. വേടനില്ലെങ്കിൽ ഇനി പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. 10,000-ലധികം യുവത്വം. പണ്ട് എലികളുടെ ശല്യം കൊണ്ട് രാജ്യത്തിന്റെ പകുതി നൽകാം, എലിശല്യം മാറ്റിയാലെന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ കഥ നമ്മുടെ ഇംഗ്ലീഷ് കഥകളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അല്ലെ. അവന് സംഗീതജ്ഞൻ വന്നു, അദ്ദേഹം പാട്ടുപാടി, അദ്ദേഹത്തിന്റെ കുയലൂതി. അപ്പോ എലികളെല്ലാം അയാളുടെ പിന്നാലെ ഈ സംഗീതം ആസ്വദിച്ചുകൊണ്ട് പോയി. അയാളങ്ങനെ പുഴയിലിറങ്ങിപ്പോയി, എലികളൊക്കെ ചത്ത്. സംഗതി ശല്യം നീങ്ങിയപ്പോ രാജാവിന് ഈ രാഷ്ട്രം കൊടുക്കാൻ, പകുതി കൊടുക്കാൻ, പ്രഖ്യാപിച്ച സമ്മാനം കൊടുക്കാൻ ഒരു വിമിട്ടം വന്നു അല്ലെ. അയാൾ പിന്നെയും ഊതി. അപ്പൊ നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം അയാളെ തുടർന്നു. അയാൾ അങ്ങനെ പോയിട്ട് പുഴയിലോ കടലിറങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം കുട്ടികളോട് പോയി പോകും. രാജാവ് പ്രതിസന്ധിയിലായി, പറഞ്ഞ സമ്മാനം കൊടുക്കേണ്ടി വന്നു. അതാണ് ആ കഥയുടെ ആകത്തുക. ഇவ்விധം കുഞ്ഞുങ്ങളെ മൊത്തം സ്വാധീനിച്ച ഒരു മനുഷ്യൻ, വേടനാവട്ടെ വേടനല്ലാത്തയാളാവട്ടെ, ഇவ்விധം കുഞ്ഞുങ്ങളെ വല്ലാതെ ആകർഷിച്ച് അവര് എല്ലാവരും ഇவ்விധം കൈകാര്യം ചെയ്യുന്ന, മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ ഏത് രീതിയിലും വേണമെങ്കിൽ മാറ്റിമറിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേടൻ നമ്മൾ ന്യായീകരിക്കേണ്ട ഒരു കാര്യമേ അല്ലെന്ന്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഉന്നതന്മാരാകുന്ന പലരും, മധുവിനെ പോലെയുള്ളവർ, ഈ വേടന്റെ പിന്നിൽ ഉള്ളവരെ കുറിച്ച് പ്രത്യേകം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സൊസൈറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. അതിനാരും മെനക്കെടണ്ട, അത്തരം ദിവാസ്വപ്നങ്ങളൊന്നും ആരും കാണണ്ട. മുസ്ലിം സൊസൈറ്റിക്ക് വേടൻ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഏത് സംഗതിയെ പോലെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകം സപ്പോർട്ട് ചെയ്യേണ്ടതോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതോ രംഗത്തിറക്കേണ്ടതോ ആയ കാര്യമേ അല്ല. ഇത്രയൊക്കെ ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാതെ വയ്യ. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണ്. ഈ ജന്മിത്വ വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ഈ ജാതി ജന്മിത്വ വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഉന്നത കുലജാതന്മാരും നിങ്ങൾ വലിയ ഉന്നതന്മാരും അല്ലെന്നും അങ്ങനെയാണെങ്കിൽ ഒരു ചുക്കുമില്ല എന്നും അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പ്രയോഗിക്കുന്നില്ല, അദ്ദേഹം പാടുന്നു. ഇത് പലരെയും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരും അത്ര ഉന്നതന്മാരൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ വലിയ ഈ ജന്മിത്വം അഭിനയിക്കേണ്ടവരുമല്ല, നിങ്ങളുടെ കീഴിൽ കീഴാളരായി നിൽക്കേണ്ടവരുമല്ല. അയാളെപ്പോലെയുള്ള ഈ കറുത്ത വർഗ്ഗക്കാർ അല്ലെങ്കിൽ ഈ നിറത്തിലൊന്നും പുതിയ വലിയൊരു സപ്പോർട്ട് കിട്ടാത്ത അദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളൊന്നും അങ്ങനെ നിങ്ങളെ പിന്നിൽ നിൽക്കേണ്ടവരല്ല. ഇനി നിങ്ങൾ അങ്ങനെ ഉന്നതന്മാരാന്ന് വെച്ചാൽ നമുക്കൊരു ചുക്കൂല്ല. ഇപ്രകാരം അദ്ദേഹം പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വേടൻ എന്നത് അദ്ദേഹം സ്വീകരിച്ച പിൽക്കാലത്ത് ഒരു പേരാണ്. കിരൺദാസ് മുരളി എന്നാണ് അയാളുടെ പേര്. തൃശ്ശൂരുകാരനാണ്. അയാളുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ്. അതൊക്കെ വെച്ച് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി അയാളെ പൂട്ടാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നു. ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പുതിയ രാജ്യത്ത്, പുതിയ വ്യവസ്ഥയിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം ഒരു ഓമനപ്പേര് മാത്രമാണ്. ഭരണാധികാരികളെ വിമർശിക്കാൻ പറ്റൂല, ശക്തമായ കേസ് വരും. ചില ആളുകൾക്കൊക്കെ 4 കൊല്ലം 5 കൊല്ലം മുന്നേ വേടം പാടിയത് ഇപ്പോ അവരുദ്ദേശിക്കുന്ന ഏതോ ഒരാളെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ തോന്നുകയാണ്. അവരുദ്ദേശിക്കുന്ന ഏതോ ഒരാളെ കുറിച്ചാണെന്ന്.
ലോകാകെ ഉലകം ചുറ്റുന്നു, പൈസ ഒക്കെ കളയുന്നു, ഒരു ഉപകാരമില്ലാത്ത ഭരണാധികാരി എന്നൊക്കെ പറയുന്നത് അവർക്ക് ഇങ്ങനെ തോന്നുകയാണ്, അത് നമ്മളാളെ പറ്റി തന്നെ ആണല്ലോ. എന്നിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് കേസ് കൊടുക്കാൻ തോന്നുകയാണ്. ഇയാൾ ഏറ്റവും ശ്രദ്ധേയനാകുന്നത് അയാളുടെ 2020 വന്ന ഒരു ആൽബം ഉണ്ട്, അയാൾ തന്നെ രചിച്ച അയാൾ തന്നെ പാടുന്നത്, വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്നാണ് അതിന്റെ പേര് പോലും. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണത്. അത് ശരിക്കും വേടൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് പലർക്കും അലോസരം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നു. പലരുടെയും ആനക്കൊമ്പും പലരുടെയും പുലിനഖവും പുലിപ്പല്ലും ഒക്കെ ഇതിന്റെ മുന്നേയും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലേക്ക് ഒരു FIR ഇടാൻ പോലും ഒരു പോലീസുകാരനും പോയിട്ടില്ലെങ്കിൽ വേടന്റെ കഴുത്ത് തൂങ്ങിക്കിടക്കുന്ന വെള്ള സാധനം പുലിപ്പല്ലാണെന്ന് പറയുകയും തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിവിധ വകുപ്പുകൾ വളരെ പെട്ടെന്ന് ജാഗരൂകരാകുന്നു. ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോൾ, വർണ്ണ വ്യത്യാസത്തിന്റെ പേരിലാകുമ്പോൾ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. എല്ലാവർക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഭരണത്തെയും ഭരണകൂടത്തെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും എല്ലാവരും ന്യായീകരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഇന്ത്യയിൽ നിയമമല്ല. അത് ഏത് ഭരണമാണെങ്കിലും. ഞാനൊരു പ്രത്യേക പാർട്ടിയെ ഉന്നം വെച്ചല്ല പറയണത്. ഇന്ത്യയിലുള്ള പ്രമുഖ പാർട്ടികളുണ്ട്, മാറി മാറി ഭരിച്ചു സങ്കല്പിക്കുക. അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും എന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് പണ്ടത്തെ നാട്ടുരാജ്യത്തിന്റെ നിയമമാണ്. പണ്ടത്തെ നാട്ടുരാജ്യത്തിൽ രാജാവ് എന്ത് പറഞ്ഞാലും അംഗീകരിക്കണമായിരുന്നു. നമുക്കറിയാലോ, രാജാവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നഗ്നനാക്കി നടത്തിയ 2 എഴുത്തുകാരെ കുറിച്ച്. രാജാവിന് ഏറ്റവും നല്ല ഡ്രസ്സ് വേണം എന്നുള്ള വാശി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് സാങ്കല്പികമായിരുന്നു, സത്യത്തിലില്ലായിരുന്നു. പക്ഷെ അത് കാണണമെങ്കിലും അതിന്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിലും നല്ല ബുദ്ധി വേണമെന്ന് അവർ ആദ്യമേ പറഞ്ഞു വെച്ചു. ആ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞു വെച്ചു. അപ്പോ ഇവരിങ്ങനെ കൊണ്ടുവരികയാണ്, പൊതിക്കാൻ അയക്കുകയാണ്. എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ എടുക്കുക. എന്ത് സൗന്ദര്യമില്ല, ഇതിട്ട രാജാവ് അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജാവിനെ നഗ്നനാക്കുകയാണ് അവർ. എന്നിട്ട് ഈ ഡ്രസ്സ് അണിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ എന്തു ഷെയർ, വല്ലാത്തൊരു സൗന്ദര്യം. രാജാവിന് ഈ ഡ്രസ്സല്ലേ എന്നും വേണ്ടത്. സത്യത്തിലെ ആള് ഫുള്ള് നഗ്നനാണ്. ഇവര് ഡ്രസ്സ് ധരിപ്പിച്ചു എന്നുള്ളതൊക്കെ വെറുതെ അഭിനയിച്ചതാണ്. അവരുടെ അടുത്ത് ഡ്രസ്സേ ഇല്ലായിരുന്നു. രാജാവ് മനസ്സിലാക്കി, നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പൊട്ടനാന്ന് വരും. മന്ത്രി മനസ്സിലാക്കി, രാജാവിന്റെ പുതിയ ഡ്രസ്സ് നല്ല ചേർച്ചുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ അയാളും പൊട്ടനാണ്. അങ്ങനെ ഓരോരുത്തരും രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി, ഫുള്ള് നഗ്നനായി കാണുകയാണ് രാജാവിനെ പരസ്യമായിട്ട്. പക്ഷെ രാജാവിന്റെ ഭാര്യ മനസ്സിലാക്കി, ഞാനെങ്ങാനും അത് സൗന്ദര്യമല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മന്ദബുദ്ധിയെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനെ മുന്നിൽ നിർത്തിയിട്ട് നഗരപ്രദക്ഷിണം നടക്കുകയാണ്. അപ്പോഴാണ് ഇത്തരം അന്ധങ്ങളും ബോധങ്ങളും ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് ജീവിതങ്ങളും ഒട്ടും പരിചയമില്ലാത്ത 2 കുട്ടികൾ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നത്. അത് ഏതെങ്കിലും വേടൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വേടൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഗുജറാത്തിലൊക്കെ 5000-ലധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകളാണ് അടിച്ചു നിരത്തിയത്, ബുൾഡോസർ രാജ് നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം 350ഓളം മുസ്ലിം സ്ഥാപനങ്ങൾ, പള്ളികളും ഈദ്ഗാഹുകളും മദ്രസകളും ഉത്തർപ്രദേശിൽ ബുൾഡോസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇനി അങ്ങനെ ചെയ്യരുതെന്ന്. ആ വിധി കുറച്ചാളുകൾക്ക് മാത്രം ബാധകമെന്നും ഉന്നത കുലജാതന്മാർക്ക് അത് ബാധകമല്ലെന്നും അവർ സ്വയം തീരുമാനിച്ചിരിക്കുന്നു. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ടുപോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന കുറെ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിലെ ഒരു വരി കൊണ്ടുപോലും, അരവരി കൊണ്ടുപോലും ഇതിനവർ എതിർക്കുന്നില്ല. എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. സഹിക്കാൻ ഒരു വിഭാഗം, ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരും. ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട്. ഇത് സമ്മതിക്കാതെ പറ്റില്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന്, വർഗവർണ്ണത്തിന്റെ പേരിൽ പറഞ്ഞ് അന്യോന്യം തെറ്റിപ്പിക്കുന്നതിന്, കൊല്ലുന്നതിന്, നീചവൃത്തി ചെയ്യിപ്പിക്കുന്നതിന്, മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് എതിരെയുള്ള പ്രതികരണം എന്നും പ്രസക്തമാണ്. അത് ഏത് മതം ചെയ്താലും, ഏത് ഭരണകൂടം ചെയ്താലും, ഏത് വ്യക്തി ചെയ്താലും.